നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 426 426. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 27-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. 17-ാമത്തെ ശ്ലോകം: ക്ഷീയമാണേ സ്വസംബന്ധേ ഏകസ്മിൻ ബഹുഭിര്യുതാ ചിന്താംബരാം ജഗാമാർത്തസം സരാഷ്ട്രപുരബാന്ധവാം. അനേകം പേരോടുകൂടെ യുദ്ധം നിമിത്തം തൻ്റെ സംബന്ധത്തോടുകൂടിയ ഒരുവൻ ക്ഷീണിച്ചു തുടങ്ങിയപ്പോൾ രാഷ്ട്രം, പുരം, ബന്ധുക്കൾ ഇവരോടുകൂടിയ അവൻ, ആ രാജാവ്, ദുഃഖിതനായിട്ട് പരയായ ചിന്തയെ ഗമിച്ചു. പരയായ ചിന്തയെ, ഈശ്വരനെ നിർത്തി കേട്ടോ. അപ്പോൾ പുരപാലകനായ ഏകൻ അനേകം പേരോടുകൂടെ അധികകാലം യുദ്ധം ചെയ്ത് ബലഹീനനായി വന്നു തുടങ്ങിയപ്പോൾ രാജ്യം, രാജധാനി, ബന്ധുക്കൾ ഇവരുടെയെല്ലാം ഹിതകർത്താവായ പുരഞ്ജന മഹാരാജാവിന് വലിയ വിചാരം ഉള്ളിൽ കടന്നുകൂടിന. ശരീര ഇന്ദ്രിയങ്ങളുടെ സ്വാമിയെന്ന് അഭിമാനിച്ചിരുന്ന, ജീവന് സഹായിയായിരുന്ന പ്രാണൻ്റെ ബലം കുറഞ്ഞു വന്നപ്പോൾ ഇനിമേൽ എങ്ങനെ കഴിഞ്ഞുകൂടുമെന്നുള്ള ഖേദം നിമിത്തം ജീവാത്മാവ് ചിന്താപരവശനായി ഭവിച്ചു. ചിന്താപരവശൻ. ജീവന് ആനന്ദം അനുഭവിക്കണമെങ്കിൽ താൻ ഏതിൻ്റെ അംശമാണോ അതായി തീരണം. ജീവൻ എന്തിൻ്റെ അംശ? ബ്രഹ്മത്തിൻ്റെ അംശമാണ്, ബ്രഹ്മാംശമാണ്, ഭഗവാൻ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്, സംശയമില്ല അതിൽ. അതിൽ ലയിച്ചാൽ, അതിനെ അറിഞ്ഞാൽ, സമഷ്ടി ചൈതന്യത്തിനെ അറിഞ്ഞാൽ വ്യഷ്ടി ചൈതന്യം ആനന്ദം പ്രാപിക്കായി. ഈ ഉത്സവത്തിനൊക്കെ പന്തം ഇല്ലേ, 3, 5 ഒരു കാലുമ്പിലിങ്ങനെ വിലങ്ങനെ, അതിൽ 5 3 ഉണ്ടാവും. അത് കത്തിത്തീരുമ്പോൾ എപ്പോഴും എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കണം. അതിങ്ങനെ ചെരിച്ച് പിടിച്ച്, അപ്പോൾ ചിലപ്പോൾ അത് കെടും. പെട്ടെന്നൊരു തിരിയടി വെച്ചാൽ അത് കത്തി. അതേപോലെ ജീവൻ്റെ അവസ്ഥ. ജീവൻ ജീവിച്ച് പരവശനാവുമ്പോൾ ആത്മീയമായ ചൈതന്യത്തിനെ അനുഭവിക്കാൻ തുടങ്ങിയാൽ പരവശം വിട്ടും. പിന്നെ ഭയങ്കര ഉഷാറായി. അപ്പോഴാണ് ഈ അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള ലെവലിലേക്ക് എത്തണത്. അപ്പോൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ പുറത്ത് തരണേ, ഇനി ഞാൻ പാപങ്ങൾ ചെയ്യില്ല എന്നാ. പക്ഷെ ഭഗവാൻ കേൾക്കില്ല. അതുവരെ ചെയ്ത പാപപുണ്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഒരു ജന്മം തരും. അപ്പോഴും ഈ ജന്തു ഗർഭാശയത്തിൽ ഭഗവാനെ സ്തുതിക്കും. അങ്ങക്ക് തലനാരഴയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ പുറത്ത് വിടരുത്. അപ്പോഴും ഭഗവാൻ പറയും, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല, താൻ ചോദിച്ചു വാങ്ങിയതാണ്. പുറത്ത് വന്ന പിന്നെയും മായയായി. അതുകൊണ്ടാണ് പറഞ്ഞത്, കുട്ടിക്കാലത്ത് തന്നെ ഈ അവസ്ഥകളെ ഭേദിക്കാനുള്ള ബ്രഹ്മാസ്ത്രമാണ് ഈശ്വര ഉപാസന എന്നുള്ളത്. ആ ഈശ്വര ഉപാസന വിടാതെ കണ്ട് തുടർന്നാൽ പിന്നെ ഒരു മായയ്ക്കും നമ്മളെ അധീനപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താ? ഭഗവാൻ അറിയാം. ഭഗവാൻ മായയുടെ അടുത്ത് പറയും,
എന്തുകൊണ്ടാണ് രാവണൻ്റെ നിലയങ്ങളെ തൻ്റെ വാലുകൊണ്ട് അഗ്നിക്കിരക്കിയാക്കിയ ഹനുമാൻ 4 അക്ഷരമുള്ളൊരു ശബ്ദം കേട്ടു, നാരായണ നാരായണ നാരായണ. ഉടനെ ആ നിലയത്തിനെ അഗ്നി വെച്ചില്ല. പിന്നെയാണ് മനസ്സിലായത് അത് വിഭീഷണൻ്റെ ആണെന്നുള്ളത്. അതേപോലെ മായയ്ക്ക് ഭഗവാന്റെ ഒരു ആദേശമുണ്ട്, എന്താ? എന്നെ ഉപാസിക്കുന്നവരടുത്ത് പോരുത് എന്ന്. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും തുടങ്ങിയിട്ടുള്ള ആത്മീയ നിർവൃതിക്ക് ഉപകരിക്കുന്ന അമൃത സമാനമായ ഈശ്വര ഭജനത്തിൻ്റെ ഒരു നാമ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ കെടാതെ കൊണ്ട് സൂക്ഷിക്കുക. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഇന്ന് ഇതുവരെ എത്തിയിട്ടുള്ളത്? ഈ ഒരു ശുദ്ധമനസ്സ്, ഈശ്വരാധീനം കൈവിട്ടു പോകരുതേ ഭഗവാനെ. ഓരോ എപ്പിസോഡ് പറയുമ്പോഴും ഭഗവാനോട് പറയും, വള്ളി പുള്ളി ദീർഘം അപാകത വന്ന് വാക്കുകൾ ലോപിച്ച് കുരുത്തക്കേടുണ്ടാക്കി തരരുതേ എന്ന് പ്രാർത്ഥിക്കും. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിഷ്കർഷിക്കുന്നത്. എന്ത് നിഷ്കർഷിക്കുന്നത്? ഈശ്വര ഭജനം വിടരുത് എന്നുള്ളത്. ആ ഈശ്വര ഭജനം ഒരു പ്രത്യേക കാര്യ സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാവരുത്. ഭഗവാനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ അല്ലാതെ കണ്ട് ഈ പ്രപഞ്ചത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന ദീർഘവീക്ഷണം നമുക്കുണ്ടാവണം. അപ്പോഴാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതാണ് പിന്നെ ഖേദം നിമിത്തം ജീവാത്മാവ് ചിന്താപരവശനായി ഭവിച്ചു എന്ന് പറയാൻ കാരണം. ഇനി 18ാമത്തെ ശ്ലോകം. സയേവ പുര്യാം മധുഭുക് പാഞ്ചാലേഷു സ്വപാർഷദൈ ഉപനീതം ബലിം ഗൃണ്ണൻ സ്ത്രീജിതോ നാവിദൽ ഭയം. പാഞ്ചാല ദേശങ്ങളിലുള്ള രാജധാനിയിലെ സ്വഭൃത്യന്മാരാൽ സമീപത്തു കൊണ്ടുവരുന്ന ഉപഹാരത്തെ ഗ്രഹിച്ചും മദ്യം സേവിച്ചു കൊണ്ടിരുന്ന അവൻ സ്ത്രീകളാൽ ജയിക്കപ്പെട്ടവനായിട്ട് ഭയത്തെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം കേൾക്കുക. ശത്രുക്കളുടെ ആക്രമണം തുടങ്ങിയിട്ട് കാലം അധികമായില്ല. ഇതുവരെ പ്രതിവിധി എന്തുകൊണ്ടാണ് ചിന്തിക്കാതിരിക്കുന്നതെന്ന് ശങ്കിക്കേണ്ട. പുരഞ്ജനൻ പുരിയിൽ പ്രവേശിച്ചതു മുതൽക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഭയത്തെ ഇതുവരെ അറിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആൾക്കാർ ആവശ്യമുള്ള സാധനങ്ങളെ അകത്ത് കൊണ്ടുവന്നു കൊടുക്കും, അതിനെ സ്വീകരിക്കും. മദ്യപാനം നിമിത്തം മതിച്ചും സ്ത്രീകൾക്ക് കീഴടങ്ങിയും കൊണ്ട് തന്നെ കാലം കഴിച്ചു വന്നു. അതാണ് പിന്നെ ഒരു ഒരു മൈനസ് ആസ്പെക്റ്റ് ആയിട്ടുള്ളത്. ചിലർ പറയും എനിക്ക് പിന്നെ രാമായണത്തിൽ രാവണനോടാണ് ഭക്തി. ആയിക്കോളൂ, രാവണനെ പോലെ മരിക്കപ്പെടും. കാരണം എന്താ? ഈശ്വരീയത എന്നുള്ളത് രാവണനുണ്ടായിരുന്നില്ല. രാവണൻ ഭക്തനായിരുന്നു. അത് ഒരു പിന്നെ എന്താ പറയുക, ഒഴിവൊഴിവല്ല. അതിൽ നിന്ന് വ്യതിചലിച്ചു. ശക്തിസ്വരൂപിണിയായിരിക്കുന്ന പാർവതീദേവിയും ശ്രീരാമഭാര്യയായിരിക്കുന്ന സീതാദേവിയും മാറ്റമില്ല, ഒന്നാണെന്നുള്ള ബോധം ഇല്ലാണ്ട് പോയി. അവിടെയാണ് തകരാറ് പറ്റിയത്. അതുകൊണ്ടാണ് തുച്ഛങ്ങളായ വിഷയങ്ങളിൽ നിന്ന് സിദ്ധിക്കുന്ന അല്പനേരത്തെ ആഭാസ സുഖം എന്നാ പറഞ്ഞിട്ടുള്ളത്. ആഭാസമായ, പ്രഭയില്ലാത്തതെന്നാ ആഭാസം. ഭാസിക്കുക എന്ന് പറഞ്ഞാൽ പ്രഭ ചൊരിയാന്ന. അപ്പോൾ പ്രഭ ചൊരിയാത്ത സുഖം മദ്യം. ജനന മരണ നിവൃത്തിക്കാവശ്യമായ ഈശ്വരവചനം ചെയ്യാതിരിക്കുന്നത് തന്നെ അറിവില്ലായ്മ. ഇനി വല്ലതും വേണോ ഹരിദാസേ? അതുകൊണ്ടാണ് 19ാമത്തെ ശ്ലോകം. കാലസ്യ ദുഹിതാ കാചിൽ ത്രിലോകീം വരമിച്ഛതീം പര്യടന്തീം ന ബർഹിഷ്മൻ പ്രത്യനന്ദത കശ്ചനാം. ഹേ പ്രാചീന ബർഹിസേ, കാലൻ്റെ പുത്രി ഒരുവളുണ്ട്. കാലൻ്റെ പുത്രി
ഭർത്താവിനെ ഇച്ഛിക്കുന്നവളും മൂന്ന് ലോകത്തിലും സഞ്ചരിക്കുന്നവളുമായ അവളെ ഒരുവനും ഇച്ഛിച്ചില്ല. അതാണ് ഈ ജര. ജര വന്നാൽ പിന്നെ നരൻ രക്ഷപ്പെടില്ല, ശരീരം പോയി. ആ കാലൻ്റെ പുത്രി വരുന്നതിൻ്റെ മുമ്പേ ഈശ്വരോപാസനയെ കൂടി മോക്ഷത്തെ പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ നിത്യഭയം നേരിട്ടിരിക്കുന്ന കാലത്താണ് മറ്റൊരു ഭയം കൂടെ വന്നു ചേർന്നത് എന്ന് പറയുന്നു. ഹേ പ്രാചീന വർഗീസേ, ഇവിടെ മനസ്സിരുത്തി കേൾക്കണം. ആപത്തിന്മീതെ ആപത്താണ് പുരഞ്ജന മഹാരാജാവിന് വന്നിരിക്കുന്നത്. കാലൻ്റെ പുത്രി ഒരുവളുണ്ട്. ഭർത്താവിനെ അന്വേഷിച്ചും കൊണ്ട് മൂന്ന് ലോകത്തിലും സഞ്ചരിക്കുന്ന അവളെ ഒരുവരെങ്കിലും ഭരിപ്പാൻ ഇഷ്ടപ്പെട്ടില്ല. അതെന്താണെന്ന് നീ പറയാൻ പറഞ്ഞത്. കാലകന്യക എന്ന് ജരയ്ക്ക് പേർ നിശ്ചയിച്ചതാണ്. കാലകന്യക എന്ന് ജരയ്ക്ക് പേർ നിശ്ചയിച്ചതാണ്. ശരീരത്തിൽ ജര ബാധിക്കുന്നതിൽ ആർക്കും ഇഷ്ടമില്ലെന്ന് കാണിപ്പാനാണ് ആരും അവളെ അഭിനന്ദിച്ചില്ല എന്ന് പറഞ്ഞത്. 20ാമത്തെ ശ്ലോകം. ദൗർഭാഗ്യോന ആത്മനോ ലോകേ വിശ്രുത ദുർഭഗേതി സായാതുഷ്ടാരാജർഷയേതു വൃതാദാത് പുരവേ വരം. ആത്മാവിൻ്റെ ഭാഗ്യമില്ലായ്മ നിമിത്തം ദുർഭഗയെന്ന് ലോകത്തിൽ അവൾ പ്രസിദ്ധയാകുന്നു. ദുർഭഗ, വരിക്കപ്പെട്ട യാതൊരുവൾ സന്തോഷിച്ചവളായിട്ട് രാജർഷിയായ പൂരുവനായി കൊണ്ട് വരം കൊടുത്തു എന്ന് പറഞ്ഞു. അവളെ ആരും സ്വീകരിക്കാതിരിക്കുന്നതിന് കാരണം എന്തെന്നാൽ അവൾ ദുർഭഗയാണ്, ഭാഗ്യഹീനയാണെന്ന് കേട്ട മാത്രയിൽ അറിയത്തക്ക വിധം ദുർഭഗ എന്നുള്ള നാമത്താൽ ലോകത്തിൽ അവൾ പ്രസിദ്ധയാണ്. അതുകൊണ്ട് അവളെ ആരും വരിച്ചില്ല. ഒരു കാലത്ത് പൂരുവെന്ന രാജാവ് അവളെ വരിച്ചതിനാൽ അവൾ അദ്ദേഹത്തിന് രാജ്യത്തെ തന്നെ സ്ത്രീധനമായിട്ട് കൊടുത്തു. യയാതിയെ ബാധിച്ച ജരയെ പുരു സ്വീകരിച്ചതിനാൽ പൂരുവിന് രാജ്യം അവകാശപ്പെട്ടു. ആരും ഇഷ്ടപ്പെടാത്ത ജരയെ സ്വീകരിച്ചത് രാജപ്രാപ്തിക്ക് കാരണമാകയാൽ ജര തന്നെ പൂരുവിന് രാജദാനം ചെയ്തവളെന്ന് കാണിച്ചിരിക്കുന്നു. 21. കഥാചിത് അടമാനാസാ ബ്രഹ്മലോകാൻ മഹീം ഗതം വവ്രേ ബൃഹത് വ്രതം മാന്തു ജാനതീ കാമമോഹിത. എന്താണ് അർത്ഥം പറയണത്? ഒരിക്കൽ അലയുന്ന അവൾ ബ്രഹ്മലോകത്തിൽ നിന്ന് ഭൂമിയെ പ്രാപിച്ചിരിക്കുന്ന എന്നെ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് അറിഞ്ഞിട്ടും കാമത്താൽ മോഹം പ്രാപിച്ചവളായിട്ട് വരിച്ചു. അതിൻ്റെ ഭാവാർത്ഥം: വരാന്വേഷണം ചെയ്ത് സഞ്ചരിക്കുന്ന അവൾ ഒരു നാൾ ഞാൻ ബ്രഹ്മലോകത്തിൽ നിന്ന് ഭൂലോകത്തെ പ്രാപിച്ചിരുന്നപ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് അറിഞ്ഞിട്ടും കാമാന്ധത നിമിത്തം ഭർത്താവായിരിക്കണമെന്ന് എന്നോട് അപേക്ഷിച്ചു. ഈ അപേക്ഷ എന്നുള്ളത് സ്ഥലം സമയം ഒക്കെ നോക്കിയിട്ടേ പാടുള്ളൂ. കാര്യകാരണ സഹിതം പോസിറ്റീവായിരിക്കുന്ന സമയത്ത് അപേക്ഷിച്ചാലേ കാര്യം നടക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ശാപ കിട്ടുക. ഗൃഹസ്ഥൻ ബ്രഹ്മചാരി നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ള ഭേദഭാവന ജരയ്ക്ക് ഇല്ല. ആരുടെ അരികത്തും പ്രവേശിക്കും എന്നു മാത്രം സാരം. അത്ര മനസ്സിലാക്കിയാൽ മതി. ബാലാനാം യുവാനാം വൃദ്ധാനാം ഒരു വ്യത്യാസം ജരയ്ക്കില്ല. 22ാമത്തെ ശ്ലോകം. മയി സംരംഭ്യ വിപുലം ആദാശ്ചാപം സുദുസ്സഹം സ്ഥാതുർമർഹസി നൈകത്ര മധ്യാജാവിമുഖോ മുനേ. എന്നിൽ ക്രോധിച്ചിട്ട് ഹേ മനനശീലാം, എൻ്റെ യാഞ്ചയെ അംഗീകരിക്കാത്ത നീ ഒരു ദിക്കിൽ ഇരുപ്പാനായിട്ട് അർഹിക്കുന്നില്ല. സഹിക്കവയ്യാതായ വലിയ ശാപത്തെ തന്നു എന്ന് പറയുന്നു. ഭാവാർത്ഥം: പ്രാർത്ഥനയെ അംഗീകരിക്കാതിരുന്ന എന്നിൽ അവൾ ക്രോധിച്ചുകൊണ്ട് ഹേ മുനെ,
എൻ്റെ യാഞ്ചയെ സ്വീകരിക്കാത്ത അങ്ങ് ഒരു ദിക്കിൽ സ്ഥിരമായിരിക്കാൻ യോഗ്യനല്ല എന്നുള്ള ദുസ്സഹവും വിപലവുമായ ശാപം എനിക്ക് നൽകിയെന്നാണ്. അപ്പോൾ ആൾ ദുർഭഗയാണെങ്കിൽ ശപിക്കാനുള്ള കഴിവുണ്ടെന്ന് അർത്ഥം. അതുകൊണ്ടാണ് ആരെയും നിന്ദിക്കരുത് എന്നും പറയണത്. ഭഗവത് ഭക്തി നിമിത്തം ജരാനരകൾ ബാധിക്കാതിരിക്കത്തക്കവധം പരിശുദ്ധ ശരീരനായ നാരദ മഹർഷി ലോകോപകാരത്തിനായി എങ്ങും സഞ്ചരിക്കുന്നത് ശാപം നിമിത്തമോ എന്ന് കവി ഉൽപ്രേക്ഷിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനും കിട്ടിയിട്ടുള്ള ശാപം ഒരിക്കലും ഒരു സ്ഥലത്ത് ഇരിക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ നമ്മൾ എത്ര കേമന്മാരാണെങ്കിലും ശാപം നമ്മളെ ബാധിച്ചാൽ ബുദ്ധിമുട്ടായി. അപ്പോൾ ധ്യാനപ്രഭാവത്താൽ മനുഷ്യ ശരീരം നശിക്കുകയും ഭഗവത് ശരീരം സിദ്ധിക്കുകയും ചെയ്തിരിക്കുന്ന നാരദാദികളെ ജര ബാധിക്കയില്ല എന്നു മാത്രമല്ലാതെ ലോകത്തിൽ സാധാരണന്മാരെല്ലാം ജരബാധയുള്ളവർ തന്നെയെന്ന് സാരം. അതാണ് നാരദ മഹർഷീനെ ജര ബാധിക്കാതെ ഇരിക്കാൻ ഹീസ് ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള ആളാണ്. ഭക്തി മാത്രമാണ് അദ്ദേഹത്തിന്, അടുത്തുകൂടെ പോകാൻ പറ്റില്ല ജരയ്ക്ക്. നമ്മളിൽ ഭക്തി കമ്മിയാവുന്ന കാലത്താണ് ജര നമ്മളെ ബാധിക്കുക. അപ്പോൾ അതിനുള്ള ഇടവരുത്തരുത്. സദാസേവ്യ ആ വാക്ക് മറക്കരുത്. ഓരോ ശ്വാസനിശ്വാസത്തിലും ഞാൻ ഈശ്വരനെ ഉപാസിക്കുന്നുണ്ട് എന്ന് പറയാനുള്ള കെൽപ്പ്, അതിനെ സാധൂകരിക്കാനുള്ള വിഭവം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതാണ് പ്രജ്ഞവാൻ ലഭതേ കാര്യം. പ്രജ്ഞ നശിക്കാൻ പാടില്ല. 23-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. തതോ വിഗത സങ്കൽപ്പ കന്യകായുവനെ യവനേശ്വരം മയോപദിഷ്ടമാസാധ്യ വൗരേ നാംനാ ഭയം പതിം. ഞാൻ ഈ ഓരോ ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുമ്പോൾ എനിക്കുള്ളൊരു സന്തോഷമുണ്ട്. എന്താ സന്തോഷം? കരുണാകരൻ പിള്ള സാറ് ബോംബെയിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി എന്തായിരുന്നു? അതിന് കാരണം അദ്ദേഹത്തിൻ്റെ പ്രിയതമയുടെ ചിതാഭസ്മം ടാറ്റാനഗറിൽ പോയി നിമഞ്ജനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളെ കാണാൻ വരികയാണ്. ആ കൊച്ചുമകൾ ഇത് കേൾക്കുന്നുണ്ട് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഇതൊരു സർക്കിളാണ്. എന്താ സർക്കിൾ എന്ന് പറയാൻ കാരണം? അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കാലം അവരെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. കാരണം ഞാൻ പറഞ്ഞു കേട്ടത് വിഷ്ണു സഹസ്രനാമ പുസ്തകം മാറോട് ചേർത്ത് വെച്ചിട്ട് അത്ര അവർ മരിച്ചത്. അപ്പോൾ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞ മാതിരി ഗുരുനാഥന് പറ്റിയ ആധ്യാത്മിക മികവുള്ള ഒരു സ്ത്രീരത്നം അവരുടെ ചിതാഭസ്മം കൊണ്ടുപോയി വരുമ്പോഴാണ് 95-ൽ ഞാൻ പരിചയപ്പെടുന്നത്, അദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്നത്. അതൊരു സംരംഭമായിട്ട് ഇപ്പോൾ 30 കൊല്ലായി. ഈ കർക്കിടക മാസം 2-ാം തീയതി ഞങ്ങൾ തുടങ്ങിയത് ബന്ധം. ആ കർക്കിടക മാസം അവസാനമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ബാങ്കിലുള്ളതൊക്കെ പട്ടാമ്പിക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു വൈദഗ്ധ്യം, ഒരു പ്രസ്താവന, ഒരു വൺ മാൻ ഷോ, 3400 എപ്പിസോഡുകൾ യൂട്യൂബിൽ പ്രഭാഷണം, ഇപ്പോഴും അത് തുടരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് തതോ വിഹത സങ്കൽപ്പ കന്യകായവനേശ്വരം മയോപദിഷ്ടമാസാദ്യ വൗരേ നാംനാ ഭയം പതിം. അനന്തരം വിഹനിക്കപ്പെട്ട സങ്കല്പത്തോടുകൂടിയ ആ സ്ത്രീ എന്നാൽ ഉപദേശിക്കപ്പെട്ട യവനരാജാവായും ഭയം എന്ന നാമധേയമുള്ളവനുമായ ഭർത്താവിനെ ചെന്ന് വരിച്ചു എന്നാണ്. ഈ ഭയം എന്നുള്ളത് ആരുടെ ഭർത്താവാണെന്നാണ് പറഞ്ഞത്? ജരയുടെ. അപ്പോൾ ജരയും ഭയം കൂടി അയാളുടെ സ്ഥിതി എന്തായി? ജര വന്നാൽ നമ്മൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം വരും. അവർ ഭാര്യയും ഭർത്താവായിട്ടിരിക്കും, നമ്മളെയും കൊണ്ടുപോകും. ഇതാണ് പറഞ്ഞതിൻ്റെ സാങ്കല്പിക അവസ്ഥ. എന്നെ ഭർത്താവാക്കണമെന്നുള്ള അവളുടെ സങ്കല്പം സാധിക്കാതെ വ്യസനിക്കുന്ന അവൾക്ക് ഉചിതനായ വരനെ ഞാൻ ഉപദേശിച്ചു.
യവനന്മാരുടെ രാജാവായും ഭയം എന്നു പ്രസിദ്ധനുമായിരിക്കുന്ന ആ പുരുഷനെ അവൾ ചെന്ന് ഭർത്താവായി വരിച്ചു. ആദിവ്യാധികളെ യവനന്മാരായിട്ടും മൃത്യുവിനെ യവനേശ്വരന്മാരായിട്ടും കൽപ്പിച്ചു. ജര ബാധിക്കുമ്പോൾ വ്യാധികളും തന്നിമിത്തൽ മരണവും ഉണ്ടാകുന്നതിനെ സൂചിപ്പിച്ചിരിക്കുന്നു. എന്തൊരു ആലങ്കാരിക പ്രയോഗമാണ് വ്യാസർ ചെയ്തിട്ടുള്ളത്. ഇത് ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. ഇതിനെ തൊട്ട് ഉണർത്തി നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കാനുള്ള വിശേഷ ബുദ്ധിയാണ് ഗുരുനാഥൻ നമുക്ക് തരുന്നത്. അതുവരെ ഇരുളടഞ്ഞ നമ്മുടെ ബുദ്ധി പ്രശോഭിതമായി തീരാണ്, പ്രകാശിക്കപ്പെടുകയാണ്. 24-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ഋഷഭം യവനാനാം ത്വാം വൃണേ വീരേപ്സിദംപതിം സങ്കൽപ്പസ്ത്വയി ഭൂതാനാം കൃത കില നരിഷ്യതി. ശൂര, യവനന്മാരുടെ നാഥനും എന്നാൽ ആഗ്രഹിക്കപ്പെട്ടവനുമായ അങ്ങയെ ഭർത്താവായി വരിക്കുന്നേൻ. ഭൂതങ്ങളുടെ അങ്ങയിൽ വയ്ക്കപ്പെട്ട സങ്കല്പം വിഫലമാകയില്ല. ഭയം, അല്ലേ? കാമ, ക്രോധ, മത, മത്സര, ലോഭ, ഭയം. കാമനകളെ കൊണ്ടാണ് ഈ ഭയം ഉണ്ടാവുന്നത്. അപ്പോൾ കാമനകളില്ലാത്ത കുചേലനെ പോലെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഈ ജരയ്ക്കും പോകാൻ പറ്റിയില്ല, ഈ ഭയത്തിനും പോകാൻ പറ്റിയില്ല. അപ്പം ഭയമില്ലാതെ ഇരിക്കാൻ വെറുതെ ഏലസ് കെട്ടിയതുകൊണ്ടായില്ല. എവിടെയാണ് ഇയാളുടെ തുടക്കം? ഇയാളുടെ കാരണവന്മാരാരാ? അവസാനം എത്തുന്നത് എവിടെയാ? ഭയത്തിൻ്റെ കാരണവന്മാർ കാമ, ക്രോധ, മത, മത്സര, ലോഭ, ഭയ. അപ്പം ഈ 6 വൈരികളെയും ഉന്മൂലനാശനം ചെയ്യപ്പെട്ട പിന്നെ ജനനമില്ല, മരണമില്ല. അപ്പോൾ അവിടെ നിർവികൽപ്പ സമാധിയായി. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഭർത്താവായി വരിച്ച രീതിയെ ലോകരീത്യാ വർണ്ണിക്കുന്നു. ഹേ വീര, യവനാധിപനായ അങ്ങയെ ഞാൻ കാമിച്ചിരിക്കുന്നതിനാൽ ഭർത്താവായി വരിക്കുന്നു. സകല പ്രാണികളുടെയും അങ്ങയെ ഉദ്ദേശിച്ചുള്ള സങ്കല്പം വിഫലമായി വരികയില്ലല്ലോ. ദ്വാവിമാവനുശോചന്തി ബാലാവസദവഗ്രഹോ യല്ലോകശാസ്ത്രോപനതം നരാദീനതതിച്ഛതി. അസത്തായ ആഗ്രഹത്തോടു കൂടിയ ആഗ്രഹങ്ങൾ, സത്തും അസത്ത് ഇങ്ങനെ 2 ഉണ്ട്. ആഗ്രഹത്തിനല്ല കുഴപ്പം, ആഗ്രഹം ഏതിനോടുകൂടി നിൽക്കണു. ആസക്തിക്കല്ല കുഴപ്പം, ആസക്തി ഏത് ക്രിയയ്ക്ക് ഒപ്പം നിൽക്കണു, അല്ലെങ്കിൽ നാമത്തിനൊപ്പം നിൽക്കണു. ലൗകികം എന്ന അവസ്ഥയിലാണ് ആസക്തി വന്നുവെച്ചാൽ നരകം ഫലം. ആധ്യാത്മികത്തിലാണ് ആസക്തി വന്നത് വിചാരിച്ചാൽ രക്ഷപ്പെട്ടു. അപ്പോൾ അറിവില്ലാത്ത 2 പേരെക്കുറിച്ച് പരിതപിക്കുന്നു. ലോകശാസ്ത്രോപനതം യത്ത്, ലോകത്താലും ശാസ്ത്രത്താലും സമ്മതിക്കപ്പെട്ട യാതൊന്നിനെ കൊടുക്കുന്നില്ലയോ, അതിനെ ഇച്ഛിക്കുന്നില്ലയോ എന്ന് ചോദിക്കണം. അതായത് എൻ്റെ പ്രാർത്ഥനയെ അംഗീകരിക്കാതിരുന്നാൽ ലോകത്തിൽ അങ്ങയെ സജ്ജനങ്ങൾ നിന്ദിക്കുമെന്ന് സാമാന്യ ന്യായത്താൽ സൂചിപ്പിക്കുന്നു. അറിവില്ലാത്തവരായ 2 കൂട്ടരെ കുറിച്ച് സജ്ജനങ്ങൾ വ്യസനിക്കുന്നു. ഇതാണ് വേദാന്തം. അവർ അജ്ഞാനം നിമിത്തം അസത് വിഷയത്തിൽ സിദ്ധാന്തിക്കുന്നവരായിട്ട് കാണപ്പെടുന്നതാണ് സജ്ജന വ്യസന കാരണം. സജ്ജനങ്ങൾക്ക് വ്യസനം എന്താ? തൻ്റെ സതീർത്ഥ്യർ, തൻ്റെ ഒപ്പം ജീവിച്ചു വരുന്ന ആൾക്കാർ അജ്ഞാനം എന്ന തിമിരം ബാധിക്കുക കാരണം അസത് വിഷയങ്ങളിൽ വ്യാപിച്ചിരിക്കണം. നേരെ മറിച്ച് അവരെ സദ്വിഷയങ്ങളിലാണ് വ്യാപിച്ചിരിച്ചാൽ അവരാരായി? സത്സംഗങ്ങളിൽ അംഗങ്ങളായി. ഇവർ ഈ സത്സംഗങ്ങൾക്ക് പുറത്താണ്, അസത് വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് അവർക്ക് വിഷമം. ആരെല്ലാമാണ് അവർ എന്നത് പറയണം.
ശാസ്ത്രമര്യാദയാലും ലോകത്തിൽ സദാചാരത്താലും സമ്മതിക്കപ്പെട്ട ഒരു കാര്യത്തെ അനുവദിച്ചു കൊടുക്കാത്തവൻ ഒരുവൻ, കൊടുക്കുന്നതായ അതിനെ വാങ്ങാതിരിക്കുന്ന മറ്റൊരുവൻ. ഇപ്പം ഇവിടെ ഭാഗവത തത്വോപദേശം ആണ് നടക്കുന്നത്. ഇത് കൊടുത്തിട്ടും സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് ഇത് കേൾക്കാത്തവർ. ഇവിടെയാണ് സങ്കടം. അപ്പം എനിക്ക് സങ്കടം എന്താ, ഞാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ വിപരീത അവസ്ഥകളെയും പോസിറ്റീവാക്കാൻ ഈശ്വരൻ സഹായിക്കുക. കാരണം പരമാവധി 99.99% ഞാൻ ഈശ്വരന് ശരണാഗതനാണ്. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വരുന്നുണ്ട്. അതിലെനിക്ക് അഹങ്കാരം വരാതെ കണ്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ അവസ്ഥ കൂടി വരാൻ, ഈ .1 ബാക്കിയുള്ളത് പൂർണ്ണമാവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ഞാൻ തന്ത്രപ്പാട് പഠനത്. അത് സ്വീകരിക്കാതെ കണ്ടിരിക്കുന്ന ഒരാൾക്കാർ, അറിയാതെ കണ്ടിരിക്കുന്ന ആൾക്കാരെ, അത് അറിഞ്ഞിട്ടും സ്വീകരിക്കാതെ കണ്ടിരിക്കുന്ന ആൾക്കാർ, അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എങ്ങനെ ശാസ്ത്രമര്യാദയാലും ലോകത്തിൽ സദാചാരത്താലും സമ്മതിക്കപ്പെട്ട ഒരു കാര്യത്തെ അനുവദിച്ചു കൊടുക്കാത്തവൻ ഒരുവൻ, കൊടുക്കുന്നതായ അതിനെ വാങ്ങാതിരിക്കുന്നവൻ മറ്റൊരുവൻ, ഇവർ രണ്ടുപേരും ശോച്യന്മാരാകുന്നു. ശോച്യന്മാരെന്ന് പറഞ്ഞ അർത്ഥം നരകം അനുഭവിക്കപ്പെടേണ്ടവരാകുന്നു എന്ന് പറഞ്ഞു. 26-ാമത്തെ ശ്ലോകം നോക്കുക. അധോ ഭജസ്വമാം ഭദ്ര ഭജന്തീം മേധയാം ഗുരു ഏതാവാൻ പൗരുഷോ ധർമ്മോ യഥാർത്ഥാനാനുകമ്പതേ. അതിനാൽ ഹേ ശോഭന, ഭജിക്കുന്ന എന്നെ സ്വീകരിച്ചാലും എൻ്റെ നേരെ ദയ ചെയ്താലും ദുഃഖിതന്മാരെക്കുറിച്ച് അനുകമ്പയുണ്ടാകുന്നുവെന്നത് യാതൊന്നു പുരുഷൻ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മം ഇതുതന്നെ. മറ്റുള്ളവരിൽ അനുകമ്പയുണ്ടാകുന്നത് ധീരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ആരാ ധീരന്മാർ? ഈശ്വരീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ. ഈശ്വരീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ സഹജീവികളുടെ ഔചിത്യബോധമില്ലാത്ത ജീവിത രീതിയിൽ വിഷമം തോന്നുള്ളൂ. ആ വിഷമം മാറ്റാൻ ശാസ്ത്രമര്യാദയെ കൂട്ടുപിടിക്കും. ആ കൂട്ടുപിടിക്കലിനെ സ്വീകരിക്കാതെ കണ്ട് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അവിടെയാണ് വിഷമം. അപ്പോൾ ഇവർ രണ്ടുപേരും ശോച്യന്മാരാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ എന്തായി? അതുകൊണ്ട് ഹേ ഭദ്രേ, അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന എന്നെ സ്വീകരിക്കണം, എൻ്റെ പേരിൽ കൃപയുണ്ടാകണം. ദുഃഖിതന്മാരിൽ അനുകമ്പ കാണിക്കുന്നത് തന്നെ പുരുഷലക്ഷണം. പുരുഷലക്ഷണം എന്ന് പറഞ്ഞാൽ മീശ വെച്ചവനല്ല, പുരത്തിൽ വസിക്കുന്നവൻ, ആത്മാവിനെ അറിയുന്നവൻ എന്നർത്ഥം പറയും. അവർക്ക് ദൈന്ദാക്ഷ്യമുള്ളൂ. 27 എന്താ പറഞ്ഞ നോക്കുക, അതോടുകൂടി നിർത്താം. കാലകന്യോദിതവചോ നിശമ്യ യവനേശ്വര ചികീർഷുർദേവഗുഹ്യം സസസ്മിതം താം അഭാഷതാം. കാലൻ്റെ പുത്രി പറഞ്ഞ വാക്കിനെ കേട്ടിട്ട്, കാലൻ്റെ പുത്രി ആ യവനരാജാവ് ദേവന്മാരാൽ മറച്ചുവെക്കപ്പെട്ടതിനെ നടത്തുവാൻ ആഗ്രഹമുള്ളവനായിട്ട് അവളോട് മന്ദസ്മിതം ചെയ്തുകൊണ്ട് പറഞ്ഞു. അതിൻ്റെ ഭാഷ എന്താ നോക്കുക, ഭാഷാർത്ഥം. കാലൻ്റെ പുത്രിയായ ദുർബകയുടെ വാക്ക് കേട്ടപ്പോൾ ആ യവനേശ്വരൻ ദേവന്മാർ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തെ പ്രകടമായി നടത്തുവാൻ ആഗ്രഹിച്ചിട്ട് പുഞ്ചിരിയോടുകൂടെ അവളോട് പറഞ്ഞു, ജനങ്ങൾക്ക് മരണമുണ്ടെന്നുള്ള വിചാരമുണ്ടാവാൻ ദേവന്മാർ സമ്മതിക്കയില്ല. അതാണ് അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ വിചാരമുണ്ടായാൽ ജനങ്ങൾ വിഷയവിരക്തന്മാരാകും. ദേവന്മാർ
കള്ളന്മാരാന്നാണ് പറഞ്ഞത്, കാപ്പട്ടിയുള്ളവരാ. മരിക്കണേൻ്റെ തലേ ദിവസം കൂടി ദീപാരാധന തൊഴുത് അല്ലെങ്കിൽ ദീപസ്തംഭം കത്തിച്ച് അല്ലെങ്കിൽ വിശേഷ പൂജകളൊക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് വരുമ്പോഴും ഇനി നല്ലത് വിചാരിച്ചോളൂ, മരണം വരികട്ടോ എന്ന് ഓർമ്മിപ്പിച്ചാൽ ഇയാൾക്ക് ഭാഗപത്രമൊക്കെ എഴുതി അല്ലെങ്കിൽ കബോർഡിൻ്റെ താക്കോലൊക്കെ കൊടുത്ത് മക്കളെ സമാധാനിപ്പിക്കാനുള്ള സമയം കിട്ടും. അത് സമ്മതിക്കില്ല. അത് നേരത്തെ അറിഞ്ഞാൽ പരീക്ഷത്ത് മഹാരാജാവിനെ പോലെ 7 ദിവസം മുന്നേ തന്നെ മനസ്സിലായി എനിക്ക് 7-ാം ദിവസം തക്ഷകദംശം കൊണ്ട് ഞാൻ മരിക്കുന്നു. ഉടനെ മൂപ്പര് വേണ്ട പ്രതിക്രിയയൊക്കെ ചെയ്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്നൊക്കെ ചോദിച്ചു. ആരാലും പറയാൻ പറ്റിയില്ല. പക്ഷേ ഗോകർണൻ തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പറയാം. സാക്ഷാൽ ഭഗവാൻ വ്യാസരുടെ മകൻ തത്തമ്മ തലയൻ ശുഗബ്രഹ്മവർഷി അവിടെ അവതാരം ചെയ്ത് ഭഗവാന്റെ കൃപ കൊണ്ട് എന്ന് തന്നെ പറയണം അല്ലേ. കാരണം പരീക്ഷിത്ത് ഭഗവാനാൽ പരിരക്ഷിച്ച് വന്നവനല്ലേ. അപ്പോൾ ഭഗവാനാണ് ശുഗബ്രഹ്മർഷിനെ അയച്ചിട്ടുള്ളത്. ഒടുക്കം കാലം തക്ഷൻ കടിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ ജീവൻ പോയിരുന്നു. ശരീരത്തിനെ ഭസ്മാക്കാനേ തക്ഷകന് പറ്റിയുള്ളൂ. അതുകൊണ്ടാണ് ദേവന്മാർ കള്ളന്മാരാണെന്ന് പറഞ്ഞത്. അവർ നല്ലത് പറഞ്ഞു തരില്ല നമുക്ക്. കാരണം എന്താ, വിഷയവിരക്തന്മാരായാൽ അവർ ഈശ്വരനെ ഉപാസിക്കുക. ഡയറക്റ്റായിട്ട് ഈശ്വരൻ, ജഗതീശ്വരൻ, തൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന കൂടസ്ഥൻ, അന്തര്യാമി, സർവജീവഗുഹാശയൻ. അതുകൊണ്ടാണ് ദേവന്മാർ ഈ സത്യം മറച്ചു വയ്ക്കണത്. അപ്പോൾ കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കും. കാമ്യകർമ്മങ്ങളെ നടത്തുന്നവരാണ് ദേവന്മാരെ ആരാധിക്കുന്നവർ. ഗുരുവായൂരമ്പലത്തിലെ പട്ടാമ്പി രാജഗോപാലൻ എന്തുകൊണ്ട് ഉള്ളിൽ കടന്ന് തൊഴാറില്ല? 8-10 പ്രാവശ്യം ഗുരുവായൂരിലെ ദേവസ്വത്തിൻ്റെ ആദേശപ്രകാരം ഭക്തിപ്രഭാഷണം ചെയ്യാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അന്നൊക്കെ അവിടുത്തെ കിങ്കരന്മാരെ തൊഴിക്കാൻ സന്നദ്ധതയുള്ളവരുണ്ട്. ഞാൻ പോയിട്ടില്ല. കാരണം എന്താ, അതിൻ്റെ മുമ്പ് തന്നെ പട്ടാമ്പി ഗുരുവായൂരപ്പൻ എനിക്ക് വേണ്ട ബുദ്ധി തന്നിട്ടുണ്ട്. അതാ സത്യം. അതിനെ പരിപോഷിക്കാനാണ് ഭഗവാൻ കരുണാകരൻ പിള്ള സാറിനെ അയച്ചത് ബോംബെക്ക്. അപ്പം എന്നിൽ കവിഞ്ഞ ഒരു ദൈവമില്ല എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. എന്നിലെ ചൈതന്യമാണ് എനിക്ക് സൂര്യനെയും ചന്ദ്രനെയും ഇതര നക്ഷത്രങ്ങളെയും കാട്ടിത്തരുന്നത്. അവരുടെ ഗതി കൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ എനിക്ക് കാണാൻ പറ്റില്ല, എന്നാൽ എനിക്ക് അനുഭവിക്കാം. അപ്പോൾ അനുഭവ സമ്പത്താണ് മനുഷ്യനെ വലുതാക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് ദേവന്മാർ വിവേകത്തെ വിഘ്നപ്പെടുത്തുവാനായി ജനങ്ങൾക്ക് ഭാര്യാപുത്രാദി വിഷയങ്ങളിൽ അതിതാൽപര്യത്തെ ജനിപ്പിക്കും. അപ്പോൾ ഈശ്വര സേവ ചെയ്യാൻ മടിപ്പിക്കുന്നത് ദേവന്മാർ മുഖാന്തരാന്നാണ് പറഞ്ഞത്. അപ്രകാരം ദേവന്മാർ മറച്ചു വച്ചിരിക്കുന്ന മരണത്തെ പ്രത്യക്ഷമായി ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കുവാൻ മൃത്യു നിശ്ചയിച്ചു എന്ന് സാരം. ജരേനെ പറഞ്ഞയച്ചിട്ട് അപ്പോഴും നമ്മൾക്ക് ബോധം വരുന്നില്ല. ഇത്രയും സങ്കീർണമായിട്ടുള്ള ഫലവത്തായിട്ടുള്ള കാര്യങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ഈ ഭാഗവത ഗ്രന്ഥത്തെ തുറന്ന് അമൂല്യമായ മുത്തുകളെ വാരിക്കോരി നമ്മുടെ വിചാരശക്തിയാകുന്ന ഭണ്ഡാരത്തെ വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താ? മോശം. ആ മോശം എന്നുള്ള അവസ്ഥ വരാതിരിക്കട്ടെ എന്നും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്നും
നമ്മുടെ പ്രാർത്ഥന ലോകാസമസ്താസിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.